ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് കേരളത്തിലെ ഒട്ടുമുക്ക ജനങ്ങൾക്കും ആവശ്യം ഉള്ള ഒരു സംഭവമാണ്. എല്ലാവർക്കും ബിസിനസ് തുടങ്ങണം, പൈസ ഇല്ല. കടം മേടിച്ച് ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കുമോ? അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഞാൻ കടം വാങ്ങിച്ച് ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആളാണ്. തുടങ്ങിയാൽ വിജയിക്കുമോ അതാ വെറുതെ കടം വാങ്ങിക്കാതിരിക്കുന്നതാണോ നല്ലത്? അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്കൊരു പൊതുവെ ആൾക്കാരിടുന്ന കുറച്ച് ബിസിനസ്, നമുക്ക് ഒരു റീറ്റെയിൽ സെക്ടർ തന്നെ എടുക്കാം. സൂപ്പർ മാർക്കറ്റോ ഷോപ്പോ തുണിക്കടയോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, റീറ്റെയിൽ സെക്ടറിൽ. അപ്പോൾ നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 lakh റുപ്പീസ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ നിന്നോ ഫാമിലിയുടെ നിന്നോ വാങ്ങിച്ചു 2% ഇൻട്രസ്റ്റിൽ. ഓക്കെ, 2%. അതാണ് നമുക്കിന്ന് പറയാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ 2% ഇൻട്രസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഒരു മാസം 20,000 രൂപയായി ഇൻട്രസ്റ്റ്. ഇത് ബാങ്കിൽ നിന്ന് എടുക്കുന്നത് കണക്ക് വേറെ പറയാം. 20,000 രൂപയാണ്. വർഷം അത് 24,000 രൂപ, 2,40,000 രൂപയാണ് വർഷം. ഇതേ സാധനം 10 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ നിന്നാണ് എടുക്കണമെങ്കിൽ ഇയർലി 8 to 10% ഇൻട്രസ്റ്റിൽ ആയിരിക്കും കിട്ടുന്നത് ഇയർലി. മറ്റേത് ഇയർലി 24% ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് 2 രൂപ പലിശ എന്ന് പറയുമ്പോൾ. അപ്പോൾ ബാങ്കിൻ്റെ ഇതിലാണെങ്കിൽ അത് 20,000 രൂപയെന്ന് ഉള്ളത് മന്ത്ലി 8,333 രൂപ വരത്തുള്ളൂ ഇൻട്രസ്റ്റ്. മറ്റേത് 20,000 രൂപയാണ് ഇൻട്രസ്റ്റ് കിടക്കണം. വർഷം 1 ലക്ഷം രൂപ, മറ്റേത് വർഷം 2,40,000 രൂപ. ഓക്കെ, നമുക്ക് ബാങ്കിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കിട്ടുന്ന വഴി 2 രൂപ പലിശയ്ക്ക് കിട്ടി നമ്മൾ അതിൽ നിന്ന് തുടങ്ങുകയാണ്. ഓക്കെ, കം ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ 20,000 രൂപ ഉണ്ട്. ഒരു സാധാരണ ഒരു ഷോപ്പ് എടുത്ത് ഒരു മിനിമം ചെറിയ ഒരു മീഡിയം റേഞ്ചിലൊരു ഷോപ്പ് 15,000 റുപ്പീസ്. ഒരു 2 പേര്, ഒരു മീഡിയം റേഞ്ചിലുള്ള 2 പേര് എംപ്ലോയി ചെയ്യുന്നുണ്ട്. 15,000-ൻ്റെ 2 പേര് 30,000 രൂപ. ഒരു സാധാരണ ക്ലീനിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ 10,000 റുപ്പീസ്. അപ്പം സാലറി 15,000 ഇൻറ്റു 30,000, സാലറി മറ്റേ 10,000. അപ്പം 30,000 + 10,000 40,000 സാലറി ഇനത്തിൽ വേണം. നിങ്ങൾക്കൊരു സാലറി ഇടണമല്ലോ, അത് ഒരു 25,000 ഇട്ടിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി 2 മാസം ഒരിക്കലാണ് പറഞ്ഞത്. ഒരു മാസത്തിൻ്റെ കണക്ക് വയ്ക്കാം, നമുക്ക് ഒരു 5,000 രൂപ. മിസ്ലേനിയസ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു 4,000 രൂപ. ഇൻ്റർനെറ്റ് മൊബൈൽ സംഭവം അതെല്ലാം നമുക്ക് അവിടെ വേണം. ഇൻ്റർനെറ്റ് ഒരു 2,000. എല്ലാ മാസവും ഒരു ആഡ് പരിപാടിയെല്ലാം കൊടുക്കണം 5,000 രൂപ നമ്മളെ ഷോപ്പിന്. മെയിൻ്റനൻസ് ഒരു 2,000 രൂപ. ഇതിനേക്കാളും വേറെ എക്സ്പെൻസസൊക്കെ വരും. പക്ഷെ നമുക്ക് ഇത് വെച്ചിട്ട് അങ്ങ് തുടങ്ങാം. വിജയിക്കുമോ ഇല്ലേ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ദിവസം ഒരു 10,000 രൂപ വിട്ടുവരവുള്ള ഷോപ്പാണെന്ന് വയ്ക്കുക. 10,000 രൂപ വരുന്നുണ്ട്. പല കടയും 10,000 ഒന്നുമില്ല, 2,000 3,000 രൂപ വരുന്ന സംഭവമുണ്ട്. 20,000 30,000 ഉണ്ട്. നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലാക്കാണ്. അപ്പോൾ ഒരു 10,000 രൂപ റേഞ്ചിൽ 10,000 തൊട്ട് ചില ദിവസം 15,000 വരാം. പക്ഷേ എന്നാലും റൗണ്ട് ഫിഗർ 10,000 രൂപ വെച്ച് നമുക്ക് നോക്കാം. നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സിൻ്റെ നമ്മളെ ലാഭം 20%, 20% ആണ്. അപ്പോൾ 10,000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 2,000 റുപ്പീസ് നിങ്ങൾക്ക് ലാഭം കിട്ടി. ഒരു ദിവസം നമുക്ക് 10,000 രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട്. അതിൽ 20% ലാഭമുണ്ട്. ചിലവൊന്നും ചെയ്യാതെ ലാഭവും 20% എന്ന് നമുക്ക് വിചാരിക്കാം. പലതിനും 20 ഇല്ല, കുറവാണ്. ചിലതിൽ 20യേക്കാളും കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷെ എന്നാലും കോമൺ ആയിട്ട് 20 എന്ന് പറയാം. 10,000 നമ്മൾ വിറ്റു, അതിൽ 2,000 നമ്മളെ ലാഭം. ഒരാഴ്ചയിൽ 6 ദിവസം നമ്മൾ കട തുറക്കും, ഒരു ദിവസം അവധി. അപ്പോൾ ഒരു മാസം 26 ദിവസം. അപ്പോൾ 2,000 ഇൻറ്റു 26 നമുക്ക് മാസം ലാഭം 52,000 രൂപ. ചിലവൊന്നും ആക്കിയിട്ടില്ല, 52,000 രൂപ ലാഭമുണ്ട്. അപ്പോൾ 52,000-ത്തിൽ നിന്ന് നമ്മൾ റെൻറ്റ് കുറയ്ക്കും, 15,000 രൂപ റെൻറ്റ്. അപ്പം നമുക്ക് ബാലൻസ് 37,000 രൂപ നമ്മൾ ക്യാഷ് ഇരിക്കും. അത് കഴിഞ്ഞ് സാലറി 15,000 ഇൻറ്റു 2 30,000. പിന്നെ 10,000-ൻ്റെ ഒരാളുണ്ട്, അത് 40,000. ഫസ്റ്റ് വെളിയിൽ നിന്നുള്ളവർക്ക് കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സാലറി എടുക്കാം. ആക്ച്വലി ഫസ്റ്റ് നിങ്ങളെ സാലറി എടുക്കണമെന്നുള്ളതാണ് പല എക്സ്പേർട്സും പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ പറയാം. അപ്പം 40,000 രൂപ
സാലറി ഇനത്തിൽ നിങ്ങളെ കൂട്ടാതെ. അപ്പോൾ 37,000 നിന്ന് 40,000 കുറയ്ക്കുമ്പോൾ നമുക്ക് ക്യാഷ് തീർന്നു. 37,000 ബാലൻസ് ഉള്ളൂ. നമുക്കിപ്പോൾ സാലറി മാത്രം തന്നെ വേണം 40,000 രൂപ. അപ്പോൾ -3,000 ആയി. ഓക്കെ, ക്യാഷ് നമുക്ക് വന്ന ലാഭം തീർന്നു കഴിഞ്ഞ്. നമ്മൾ പലിശയ്ക്ക് എടുത്തത് പോലും കൊടുത്തിട്ടില്ല. നമ്മൾ പലിശ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് റെൻറ്റും സാലറിയും കുറച്ചപ്പോൾ തന്നെ നമ്മളെ ലാഭം അവിടെ കഴിഞ്ഞ്. ഇനി ക്യാഷ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യുന്നത് എത്ര സെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് പലിശയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓടും. അതാണ് ഞാൻ എൻഡിൽ പറയാൻ പോണം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ക്യാഷ് തീർന്നു കഴിഞ്ഞാൽ സാലറി കൊടുത്തപ്പോൾ -3,000 എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇനി ക്യാഷ് വേണ്ടത് നമുക്ക് പറയാം. 3,000 ഇല്ലായിരുന്നു, 3,000 + 5,000 ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ 8,000 രൂപ നമുക്കിനി ഒപ്പിക്കണം. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷന് ഒരു 4,000 ഒപ്പിക്കണം. 8,000 + 4,000 12,000. ഇൻ്റർനെറ്റിൻ്റെ ഒരു 2,000 ഒപ്പിക്കണം. അപ്പം 14,000. അത് കഴിഞ്ഞ് ആഡ് ഒരു 5,000 വേണം. അപ്പോൾ 14,000 + 5,000 19,000. മെയിൻ്റനൻസിന് 2,000 വേണം. അപ്പോൾ 19,000 + 2,000 21,000. പിന്നെ ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കണ്ടേ? 2 രൂപ പലിശയ്ക്ക് വാങ്ങിച്ചേക്കല്ലേ 20,000. അപ്പോൾ ബാക്കി എക്സ്പെൻസ് എല്ലാം 21,000 ഒപ്പിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണം 20,000. അപ്പം 21,000 + 20 41,000. നിങ്ങൾക്ക് സാലറി എടുക്കണ്ടേ? അപ്പോൾ സാലറി എടുക്കണം. 41,000 + 25,000 നിങ്ങളുടെ സാലറി. 66,000 നിങ്ങൾ എക്സ്ട്രാ ഒപ്പിക്കണം. ഏതിന്? ഈ മാസത്തെ ചിലവിന്. ഓക്കെ, അപ്പം 66,000 ഒപ്പിച്ചു. ആ മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം 10 ലക്ഷം രൂപ ഇറക്കുകയാണ്. അതിൽ നിന്ന് 66,000 ഡൗൺ ആയി. ബാക്കി 9,34,000 ഉണ്ട്. ഓക്കെ, കുറഞ്ഞ് പറഞ്ഞണ്ട. അപ്പോൾ ഈ 66,000 വെച്ചിട്ട് തന്നെ ഒരു വർഷം ഡൗൺ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ 66,000 × 12 മാസം. അപ്പം 7,92,000 രൂപ നമ്മൾ ഡൗൺ ആയി. നമ്മൾ ആദ്യം ഇറക്കിയ എത്ര? 10 ലക്ഷം. അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് -7,92,000 രൂപ കുറയ്ക്കുമ്പോൾ ബാക്കി 2,80,000 രൂപയേ ഉള്ളൂ. ഒരു വർഷത്തിൽ തന്നെ നമ്മൾ 80% ഡൗൺ ആയി. പിടികിട്ടില്ലേ? അപ്പം പലിശയ്ക്ക് പൈസ എടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ട് തരാം. എൻ്റെ ഇത് വെച്ചിട്ട് തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര അനുഭവം ഉള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ 2%, 3%, 10%ഒക്കെയാണ് ഓരോരുത്തർ സ്ഥലം വാങ്ങിക്കാനും ഇതൊക്കെ മറിച്ചിട്ട് എടുക്കുന്നത്. ഒരിക്കലും ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റില്ല. തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലിശക്കാരന് പൈസ കൊടുക്കാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കാമെന്നല്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് ബിസിനസ് നന്നാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നേരെ മറിച്ച് ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിച്ചെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ബിസിനസ് ഈ 10,000 രൂപ സെയിലെന്നുള്ളത് നമുക്ക് 15,000 എങ്ങനെയെങ്കിലും ആക്കി, അല്ലെങ്കിൽ 20,000 സെയിൽ ആക്കി കഴിഞ്ഞാൽ പയ്യെ ഗ്രോത്ത് ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഗോൾഡ് ചെറിയ ഇൻട്രസ്റ്റിൽ അഗ്രികൾച്ചറൽ വെച്ചാലും അതും ഓടും. അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ബാങ്ക് തരും ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. നമ്മളെ സ്റ്റോക്കിൻ്റെ 80%, 10 lakh സ്റ്റോക്കിനാണെങ്കിൽ അവരൊരു 7 lakh അവർ അപ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ലോൺ ഫെസിലിറ്റീസ്, മുദ്ര ലോൺ, അങ്ങനെ പല ലോൺ ഫെസിലിറ്റീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാവരും ഈ ഇൻട്രസ്റ്റിനൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യും. ആ ബിസിനസ് പൊളിയും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം ഞാൻ പറഞ്ഞ ഈ കേസാണ്. ആദ്യം 10 ലക്ഷം നമ്മൾ ഫസ്റ്റ് മാസം 66,000 കുറഞ്ഞു. അങ്ങനെ ഓരോ മാസം കുറഞ്ഞ് 66,000 × 12 ആകുമ്പോൾ തന്നെ 7,92,000 രൂപ പോയി കഴിഞ്ഞ്. 10 ലക്ഷം ഇറക്കിയിൽ 7,92,000 പോകുമ്പോൾ ബാക്കി 2 ലക്ഷം തമ്മിൽ നമുക്ക് സ്റ്റോക്ക് എടുക്കാനും പൈസയില്ല, ഒന്നിനും പൈസയില്ല. പോയി അവസാനം നമ്മൾ ആ ബിസിനസ് വീണ്ടും ഒന്നീ ഫണ്ട് ഇടുക, അല്ലെങ്കിൽ അത് നിർത്തേണ്ട അവസ്ഥയോ വരാം. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതൊന്ന് റീതിങ്ക് ചെയ്യണം.
അത് ചെയ്യണതിന് മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. സൂപ്പർ വീഡിയോ. ഇങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. എൻ്റെ അനുഭവം വെച്ചിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ വീഡിയോസിൽ ഉണ്ടാകാൻ പോകുന്ന ഗുണം. നിങ്ങൾക്ക് 10 പോയിൻ്റ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് ഗുണം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ആ കണ്ടൻറ്റിൽ ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഞാനും അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു ഗായ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.